വർഷത്തിനിടെ അമേരിക്കയിൽ ആദ്യമായി ഒരാളെ വെടിവെച്ച് കൊല്ലാനുള്ള പദ്ധതികൾ നടക്കുന്നതായാണ് അസോസിയേറ്റ് പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗത്ത് കരോലിനയിൽ ഫയറിംഗ് സ്ക്വാഡാണ് വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. 2001 തന്റെ മുൻ കാമുകിയുടെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ബ്രാഡ് സിഗ്മോണാണ് പ്രതി. ചരിത്രപരമായി തൂക്കിക്കൊല്ലൽ, ഇലക്ട്രിക് ചെയർ തുടങ്ങിയ മറ്റ് വധശിക്ഷാ രീതികളെ അപേക്ഷിച്ച് വേഗത്തിലുള്ളതും കൂടുതൽ മാനുഷികവുമായ നീതി നടപ്പിലാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഫയറിംഗ് സ്ക്വാഡുകൾ കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ രീതി ധാരാളം വിമർശനങ്ങൾക്കും നിയമപരമായ വെല്ലുവിളികൾക്കും കാരണമായിട്ടുണ്ട്. 1608 മുതൽ അമേരിക്കയിൽ കുറഞ്ഞത് 144 സിവിലിയൻ തടവുകാരെയെങ്കിലും വെടിവെച്ച് വധിച്ചിട്ടുണ്ട്. അമേരിക്കൻ സംസ്ഥാനമായ യൂട്ടയിലാണ് ഈ രീതി കൂടുതലായും നടപ്പിലാക്കിയിട്ടുള്ളത്. ശവപ്പെട്ടിക്ക് സമീപം കണ്ണുകെട്ടി ഇരുത്തിയ ശേഷം 6-7 പേർ ചേർന്ന് വെടിവെക്കുന്ന രീതിയാണ് ഈ കൊലപാതക രീതിക്ക് ഉണ്ടായിരുന്നതെന്നാണ് സൗത്ത് കരോലിന സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറായ മാർക്ക് സ്മിത്ത് പറയുന്നത്. ഇതിൽ ഒരാളുടെ തോക്കിലെ വെടിയുണ്ട വ്യാജമായിരിക്കും. അതാരുടെ തോക്കാണെന്ന് ആർക്കും അറിയുകയുമില്ല. ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 185 പേരെ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നും മാർക്ക് സ്മിത്ത് വിശദീകരിച്ചു. അമേരിക്കൻ ചരിത്രത്തിലുടനീളം ആഭ്യന്തര യുദ്ധകാലത്ത് ഒരു അച്ചടക്ക നടപടിയായും പഴയ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള ഒരു മാർഗമായും ഉൾപ്പെടെ വിവിധ സന്ദർഭങ്ങളിൽ ഈ രീതി പ്രയോഗിച്ചിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധകാലത്ത് യൂണിയൻ, കോൺഫെഡറേറ്റ് സൈനികർക്കിടയിൽ അച്ചടക്കം പാലിക്കാൻ ഫയറിംഗ് സ്ക്വാഡുകളെ ഉപയോഗിച്ചിരുന്നു. ഒളിച്ചോട്ടവും കലാപവും തടയുന്നതിനും അവർ ഇത് നടപ്പിലാക്കി. 1980കളുടെ തുടക്കത്തിൽ വിഷം കുത്തിവെച്ചുള്ള വധശിക്ഷാ നടപടി കൊണ്ടുവന്നത് ഫയറിംഗ് സ്ക്വാഡുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ അക്രമാസക്തമായ വധശിക്ഷാ രീതികളിൽ നിന്നുള്ള ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തിയിരുന്നു. എന്നാൽ വിഷം കുത്തിവെക്കുന്നതിന് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നതിലെ സമീപകാല ബുദ്ധിമുട്ടുകൾ ചില സംസ്ഥാനങ്ങളെ പഴയ രീതികൾ തന്നെ പിന്തുടരാൻ പ്രേരിപ്പിച്ചു. 1851 യൂട്ടായിൽ മാത്രമാണ് ഫയറിംഗ് സ്ക്വാഡുകൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഈ രീതി ഉപയോഗിച്ച് കുറഞ്ഞത് 40 വധശിക്ഷകളെങ്കിലും യൂട്ടായിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. തൂക്കിക്കൊല്ലൽ, തലവെട്ടൽ, വെടിവെച്ച് കൊല്ലൽ എന്നീ 3 രീതികളിൽ വധശിക്ഷ നടപ്പാക്കാമെന്നാണ് യൂട്ടയിലെ അക്കാലത്തെ നിയമം പറഞ്ഞിരുന്നത്. യൂട്ടായിൽ 1977 ശേഷം 3 പേരെ മാത്രമാണ് ഈ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. 2 പേരെ കൊന്ന കേസിലെ പ്രതിയായ ഗാരി ഗിൽമോറിനെയാണ് കുറെ കാലത്തിനു ശേഷം 1977 ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. തന്നെ ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് കൊല്ലണമെന്നാണ് ഗാരി ഗിൽമോർ ആവശ്യപ്പെട്ടത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കാമെന്ന് അമേരിക്കയിലെ ഇദാഹോ, മിസിസിപ്പി, ഒക്ലഹോമ, സൗത്ത് കരോലൈന, യൂട്ട എന്നീ സംസ്ഥാനങ്ങളിൽ നിയമമുണ്ട്. യൂട്ടയിലെ ആദ്യ വെടിവെച്ച് കൊല്ലൽ ശിക്ഷ നടപ്പാക്കിയത് അടച്ചിട്ട ഒരു മുറിയിലായിരുന്നു. എന്നാൽ നീതി നടപ്പായത് കാണാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇരയുടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഇതോടെ വധശിക്ഷ നടപ്പാക്കൽ തുറന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റി. വെടിവെച്ച് കൊല്ലുന്നത് നല്ല രീതിയല്ലെന്ന പ്രചാരണത്തെ തുടർന്നാണ് യൂട്ട സംസ്ഥാനം പിന്നീട് വധശിക്ഷ മറ്റു രീതികളിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. 1608 സ്പെയിനുമായുള്ള കലാപത്തിനും ഗൂഢാലോചനയ്ക്കും സംശയിക്കപ്പെട്ടതിന് ക്യാപ്റ്റൻ ജോർജ് കെൻഡലിനെ വെർജീനിയയിലെ ജെയിംസ് ടൗണിൽ ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊന്നിരുന്നു. അമേരിക്കയിൽ വെടിവെച്ച് കൊല്ലൽ നടത്തിയതായി രേഖപ്പെടുത്തിയ ആദ്യത്തെ വധശിക്ഷയാണിത്. കാലക്രമേണ പക്ഷേ ഫയറിംഗ് സ്ക്വാഡിൽ സേവനമനുഷ്ഠിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനവും ഇതിനായി പിന്നീട് രാജ്യത്ത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. 1915 യൂട്ടായിൽ നടന്ന മറ്റ് പ്രശസ്തമായ ഫയറിംഗ് സ്ക്വാഡ് വധശിക്ഷകളിൽ ഒന്ന് ലോകപ്രശസ്ത തൊഴിലാളി നേതാവും സംഗീതജ്ഞനുമായിരുന്ന ജോ ഹില്ലിൻ്റെതായിരുന്നു. ഒരു പലചരക്ക് വ്യാപാരിയുടെയും മകന്റെയും കൊലപാതകത്തിനാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നത്. പക്ഷേ മരണത്തിന് തൊട്ടു മുൻപ് വരെ താൻ നിരപരാധിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അമേരിക്കയുടെ ഈ വധശിക്ഷാ രീതിക്കെതിരെ പല വിമർശനങ്ങളും പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. വെടിവെച്ച് കൊല്ലുന്നത് അങ്ങേയറ്റം ക്രൂരത നിറഞ്ഞതാണെന്നും സമാന രീതിയിൽ ശിക്ഷ വിധിച്ച വാലസ് വിൽക്കേഴ്സനും എൽസിയോ മാസ് എന്നയാളും മരിക്കാൻ കുറേ സമയമെടുത്തുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
അത്യാധുനിക തോക്കുകളും ശക്തമായ വെടിയുണ്ടകളുമുള്ള ഇക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് ഇതിൽ മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഫയറിംഗ് സ്ക്വാഡ് വധശിക്ഷകൾ 2 തവണ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ മേൽനോട്ടവും വിദഗ്ധ ഷൂട്ടർമാരും ഉണ്ടായിരുന്നെങ്കിൽ അത്തരമൊരു തെറ്റ് സംഭവിക്കില്ല എന്നായിരുന്നു അധികാരികൾ അക്കാര്യത്തിൽ അവകാശപ്പെട്ടത്. സൗത്ത് കരോലിന ബ്രാഡ് സിഗ്മോണിനെ ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ തയ്യാറെടുക്കുമ്പോൾ വീണ്ടും അമേരിക്കയുടെ വധശിക്ഷാ രീതികളുടെ ധാർമ്മികത, ഫലപ്രാപ്തി എന്നിവയൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കൊളോണിയൽ ആഭ്യന്തര യുദ്ധകാലങ്ങളിലെ ഇത്തരം രീതികൾ ഈ നൂറ്റാണ്ടിലും പരീക്ഷിക്കാൻ അമേരിക്ക പോലൊരു രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ.